ഹലോ നമസ്കാരം. പ്ലാൻ ആൻഡ് ട്രാവലിന്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വടക്കഞ്ചേരി ഗേൾസ് സ്കൂളിന്റെ മുന്നിലാണ്. ഈ അടുത്ത് പണി കഴിപ്പിച്ച വൈഷ്ണവം എന്ന പുതുപുത്തൻ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. റോഡിൽ നിന്നും 2 അടിയോളം ഉയരത്തിലാണ് ഈ പ്ലോട്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു എലിവേഷൻ പാറ്റേൺ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു മോഡേൺ ഡിസൈൻ തന്നെ. 7.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വിസ്തീർണം. ആക്ച്വലി ഈ ഒരു വീട് ഫ്ലാറ്റ് റൂഫിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. എലിവേഷന്റെ ഭംഗിക്ക് വേണ്ടി GI ഫ്രെയിമിലാണ് സ്ലോപ്പ് റൂഫ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ സെറാമിക് ഓടുകൾ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. എലിവേഷന്റെ ഭാഗമായി മുൻവശത്ത് വരുന്ന എല്ലാ ജനലുകളും വാതിലുകളും ടീക്ക് വുഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഓപ്പണിങ്ങുകൾ നാടൻ മരങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് കയറി ചെല്ലുന്നത് കാർ പോർച്ചിലേക്കാണ്. മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്നു. ചുമരുകളിൽ 7 അടിയോളം ഉയരത്തിൽ ടൈൽ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നു. സിറ്റൗട്ടിലുള്ള ഫ്ലോറിങ്സ് എല്ലാം കജാരിയ ടൈൽസ് ആണ്. ബ്രൗൺ ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. ടീക്ക് വുഡിൽ ചെയ്ത ഫർണിച്ചറുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10 പേർക്കെങ്കിലും സുഖമായി ഇരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിങ് ചെയറും കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു ഓപ്പണിംഗ് ഫിക്സഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. സോഫ സെറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ടീക്ക് വുഡ് ഫിനിഷിലാണ് യൂണിറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. TVയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വാൾപേപ്പറും ഒട്ടിച്ചിട്ടുണ്ട്. സീലിംഗിൽ ജിപ്സത്തിൻ്റെയും വുഡിൻ്റെയും കോമ്പിനേഷൻ കാണാം. പ്ലൈവുഡിൽ വുഡ് ആൻഡ് ലാമിനേഷൻ ഒട്ടിച്ച് സ്റ്റെപ്പിംഗ് ആയി കൊടുത്തിരിക്കുന്നു. കൺസീൽ ലൈറ്റും LED ഡൗൺ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് സീലിംഗ് വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് കയറുന്നത് ഒരു കോമൺ സ്പേസിലേക്കാണ്. ഇവിടെ നിന്നുമാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻ സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പൂജാ സ്പേസ് കൊടുത്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് തീമും ബാക്ക്ഗ്രൗണ്ടിൽ ആക്രിലിക് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന ഒരു ഏരിയയിൽ ഒരു ആർച്ച് ഡ്രൈവും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ തട്ടുകളും അതിന് മുകളിലായിട്ട്
CNC കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിംഗ് ഡിസൈനാണിത്. ജിപ്സം വിത്ത് വുഡൻ ഡിസൈൻ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന് അഭിമുഖമായിട്ടാണ് ഇവിടുത്തെ പാഷ്യ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെയും ഗസ്റ്റ് ബെഡ്റൂമിൻ്റെയും ഇടയിലുള്ള സ്പേസ്. പാഷ്യയിലേക്ക് കടക്കാനായിട്ട് സ്റ്റീൽ വിത്ത് ഗ്ലാസിൻ്റെ ഒരു സ്ലൈഡിംഗ് ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോണും ഗ്രാസും മിക്സ് ചെയ്തിട്ട് വിരിച്ച ഫ്ലോറിംഗ്. ഈ ഒരു സൈഡിലായിട്ട് വാൾപേപ്പർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്നത് ലിവിംഗ് ഏരിയ ആണ്. പ്രൈവസിക്ക് വേണ്ടി GI പൈപ്പിൽ ഇവിടെ ഒരു ഫ്രെയിം വർക്കും കൊടുത്തിട്ടുണ്ട്. മുകളിൽ പോളികാർബണേറ്റ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരു ഭാഗത്തിന് അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡുകളിലായിട്ട് പ്ലാന്റർ ബോക്സും അതിന് നടുവിൽ ഇരിക്കാനായിട്ട് ഒരു തിണ്ണയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ 6 സിംഗിൾ ചെയറുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10 പേർക്ക് സുഖമായി ഇവിടെ വന്നിരുന്ന് കത്തി വെച്ചിരിക്കാം പറ്റിയ ഒരിടം. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ടീക്ക് വുഡിൽ ചെയ്ത ഡൈനിങ് യൂണിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വാഷ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയയിൽ TV പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടി പർപ്പസ് ആയിട്ടാണ് ഈ യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സെർവിങ് ടേബിൾ ഉണ്ട്, ഓപ്പൺ റാക്ക് ഉണ്ട്, ക്രോക്കറി ഷെൽഫ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിന് മുകളിലായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സീറ്റിംഗും ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയും മനോഹരമായിട്ടൊരു ജിപ്സം പാറ്റേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ജിപ്സം സീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്ക് പോകാം. ഇതൊരു ഐവറി തീമിലുള്ള ടോയ്ലറ്റ് ആണ്. ഫ്ലവർ പാറ്റേണിൽ 2x4 ടൈലുകളാണ് വാളിൽ ക്ലാഡ് ചെയ്തിരിക്കുന്നത്. 2x2 ഗ്രേ കളറിലുള്ള ടൈലുകളാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾക്കിടയിലാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. വൈറ്റ് ആൻഡ് ടേക്ക് വുഡ് ഫിനിഷിൽ തന്നെയാണ് ഇതും ചെയ്തെടുത്തിരിക്കുന്നത്. കിച്ചൺ കബോർഡിലെ ഉൾവശം എല്ലാം WPCയിലാണ് ചെയ്തിരിക്കുന്നത്.
പുറത്തെ ഷട്ടറുകൾ പ്ലൈവുഡിൽ ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നതാണ്. കൗണ്ടർ ടോപ്പായി യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വെയിറ്റ് ആണ്. ഹുഡും ഹോബും സ്ലീക്കിന്റെയും ഫാബറിന്റെയുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ജിപ്സം ബോർഡ് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ ഇന്റീരിയർ മൊത്തം ചെയ്തിട്ടുള്ളത് റാഷ് ഡിസൈൻസിലെ രാകേഷാണ്. രാകേഷിനോട് നമുക്ക് ഈ ഒരു കിച്ചണിലെ വിശേഷങ്ങൾ ചോദിക്കാം. രാകേഷ, നമുക്ക് കിച്ചണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയോ? ആയിക്കോട്ടെ. നമ്മൾ ഈ കിച്ചൺ എങ്ങനത്തെ മെറ്റീരിയലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇതിന്റെ ക്യാബിനറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് WBC-ലാണ് നമുക്ക് ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡോർസൊക്കെ പ്ലൈവുഡ് വിത്ത് മൈക്രോ ഫിനിഷിംഗ് ആണ്. ഇതിൽ നമുക്ക് ടാൻഡം ബോക്സിലാണ് കട്ട്ലറി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടിയിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു കപ്പൽ സോസറിൻ്റെ ഒരു ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അതൊരു സോഫ്റ്റ് ക്ലോസ് ആണ്. ദെൻ അതിൽ ഒരു പ്ലേറ്റ് അത് പറഞ്ഞ് അതുപോലെ തന്നെ നമ്മളിതിൽ എല്ലാ ഇഞ്ചസിലും SS-ൻ്റെ സോഫ്റ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രൊഫൈലർ ഹാൻഡിൽ സ്ലീക്ക് എന്ന കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് നമ്മളതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് പാൻട്രി യൂണിറ്റിന് പകരമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ തട്ടുകളും ഡോറുകളും മിക്സ് ചെയ്ത് കൊടുത്ത കാരണം തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഷട്ടറിന് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഡിഷ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹാൻഡ് വാഷും കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് ഗസ്റ്റ് ബെഡ്റൂമിലെ സീലിംഗ് ആണ്. നിലവിൽ അവർക്കുണ്ടായിരുന്നൊരു ബെഡും കബോർഡുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനൊക്കെ സീബ്ര ബ്ലൈൻഡ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൽ കണ്ട സെയിം പാറ്റേണിൽ തന്നെയാണ് ഗസ്റ്റ് ബെഡ്റൂമിലെ ടോയ്ലറ്റിലെ ടൈൽസും ഒട്ടിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് ഇൻവെർട്ടറിൻ്റെ സ്ഥാനം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ കാണാം. കജാരിയയുടെ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ തീമിലുള്ള ടൈൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ടൈൽസ് ഫുൾ ബോഡി ടൈൽസ് ആണ്. ഈ ഒരു സൈഡിലായിട്ടാണ് ഫാമിലി ലിവിംഗ്. ഇവിടെയും മനോഹരമായിട്ടുള്ളൊരു ജിപ്സം പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ബേ വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. മുൻവശത്ത് കൊടുത്ത സ്ലോ പ്രൂഫിന്റെ ബാക്കി വന്ന ഒരു ചെറിയൊരു പോർഷൻ. GI പൈപ്പിൽ പോളികാർപ്പറ്റ് ഷീറ്റാണ് റൂഫിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് എല്ലാം കാണുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
പാഷ്യോന്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത്. നമ്മൾ വീഡിയോ എടുത്ത് ബാൽക്കണിയിൽ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു സന്ധ്യാസമയം കഴിഞ്ഞ് ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. അത് കാരണം ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിലൊരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിന് നേരെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ടേബിളിന് മുകളിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ മാത്രം മുകളിലായിട്ടൊരു ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ ജിപ്സം സീലിംഗ് ഡിസൈനാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാല് പാളികളുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് മാർബിൾ തീമിലാണ് ഇവിടുത്തെ ഫർണിച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് കാണാം. ഈ ഒരു ടോയ്ലറ്റിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഗ്രേ ആണ് കേട്ടോ. ഡാർക്ക് ഗ്രേ വിത്ത് ലൈറ്റ് ഗ്രേ ആണ് ടൈൽ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗമായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നേരെ കാണുന്നത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് കേട്ടോ. ഒരു ക്യൂൻ സൈസ് ബെഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് മാർബിൾ ഡിസൈൻ തന്നെയാണ് ഇവിടുത്തെ കബോർഡും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനെല്ലാം ഇവിടെയും സീബ്ര ബ്ലൈൻഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലും അതിമനോഹരമായിട്ടുള്ള ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ടോയ്ലറ്റിലെ വിശേഷങ്ങൾ കാണാം. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് കണ്ട സെയിം പാറ്റേണിൽ തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഗ്രേ തീമിൽ തന്നെയാണ് ടൈലുകൾ ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻറ്റീരിയർ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത റാഷ് ഡിസൈൻസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പാഷ്യോയിൽ ഡേ ടൈമിലുള്ള വീഡിയോ ആണ് കണ്ടത്. നമുക്ക് നൈറ്റിൽ എങ്ങനെയുണ്ടാവും പാഷ്യോ എന്ന് നോക്കിയാലോ. ലൈറ്റൊക്കെ വന്നപ്പോൾ പാഷ്യോ കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട് അല്ലേ. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയുള്ള ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേരുന്നത് ഇവിടെയാണ്. വൈഷ്ണവം എന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് ഹോം ടൂർ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം പ്ലാൻ ആൻഡ് ട്രാവൽ.